ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ മത്തി കിട്ടിയപ്പോൾ മത്തിയുടെ വയറ് നിറച്ച് മത്തിമുട്ടായിരുന്നു. എന്നാ ഒരു വെറൈറ്റി ആക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഈ മത്തിമുട്ടൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ഇത് വെച്ചിട്ടൊരു ഫ്രൈ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോ ഈ മത്തിമുട്ട ഫ്രൈ ഉണ്ടാക്കാൻ ഞങ്ങൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി ഇതൊക്കെ ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തു. ഇത് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലേ. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടതാണ്. ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വാഴയെല്ലാം ഒക്കെ വഴറ്റിയെടുത്തു. എന്നിട്ട് അതിന്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഈ മിക്സ് ചെയ്ത് വെച്ച മത്തിമുട്ടൊക്കെ അതിന്റെ മേലെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഇത് മത്തിമുട്ട പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. ഞങ്ങൾ ഒരു അടുപ്പും വെച്ച് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കുറച്ച് നേരം കഴിഞ്ഞ പിന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചിട്ട് നല്ല ഫ്രൈ ആവുന്നുണ്ട് മത്തിമുട്ട ഗ്യാസിലിട്ട്. അങ്ങനെ ഇതില് 2 ടൈപ്പിന്റെ മത്തിമുട്ട ഉണ്ടായിരുന്നു. അത് എന്താ പറയുന്നത് അതിനൊന്നും അറിയില്ല, പക്ഷെ രണ്ടും നല്ല ടേസ്റ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് മത്തിമുട്ട ഫ്രൈ. നിങ്ങൾക്കും ഇഷ്ടമാണോ അല്ലേന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. അങ്ങനെ ഫ്രൈ ചെയ്ത് ഒരു ഈ പരുവത്തില് മത്തിമുട്ടൊക്കെ വെന്ത് കിട്ടിയെന്ന് തോന്നുമ്പോൾ ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തി ഫ്രൈ ചെയ്യുന്നുണ്ട്. ഫ്രൈ ചെയ്ത മത്തിമുട്ടയല്ല പിന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചാൽ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ മത്തിമുട്ടയുടെ ഒരു റെസിപ്പി. പിന്നെ കുറച്ച് സ്റ്റൈലുമാക്കാൻ വിചാരിച്ചു അതിന്റെ മേലെ കൊറിയാൻഡർ ലീഫ്, കരിവേപ്പിലല്ല അതെന്താ അതിന്റെ പേര് മല്ലിച്ചപ്പ്, അതൊക്കെ ഇട്ട് മത്തിമുട്ട നല്ല റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യാം. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അടുത്ത വീഡിയോ കിട്ടുന്നവരെ ബൈ ബൈ.